നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു ദൃഢനിശ്ചയത്തോടു കൂടെയാണ് നമ്മളെല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ ഈ കോഴ്സിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഒരു നല്ല നോട്ട്ബുക്കും കൃത്യമായ ധാരണയും കൃത്യമായ ടൈം ടേബിളും നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മുടെ കോഴ്സിൻ്റെ ഒരു ആമുഖമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഏതൊരാളുടെയും വലിയൊരു സ്വപ്നമാണ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്നുള്ളത്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് അല്ല എന്നുള്ളത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. മറ്റേതെങ്കിലും ഭാഷ പോലെ ഭയങ്കരമായ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അനുഭവിച്ചുകൊണ്ട് പഠിക്കേണ്ട വിഷയമല്ല ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത്. കാരണം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അതിൻ്റേതായ യുണീക്കായിട്ടുള്ള ചില സ്ട്രക്ചറുകളുണ്ട്. അത് കൃത്യമായി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ കഴിയും. നിങ്ങൾ അറബി ഭാഷ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷ തന്നെ എടുക്കുകയാണെങ്കിൽ ഇതിലെല്ലാം വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സ്ഥിരമായിട്ടുള്ള ഒരു സ്ട്രക്ചറും സിസ്റ്റവും ഉണ്ട്. അത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസിയായി ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനും ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇടപെടാനും നമുക്ക് സാധിക്കും. പക്ഷേ അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും ധാരണയില്ല. അതുകൊണ്ടാണ് പലരും ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ഒരു വലിയ നൂലാമാലയായി കരുതുന്നത്. 100 ദിവസം ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ് നമ്മളിവിടെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഈ കോഴ്സിൽ ഇംഗ്ലീഷിൻ്റെ A to Z നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഇംഗ്ലീഷിൻ്റെ ബേസിക് മുതൽ ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് ഇങ്ങനെ 3 സെഷനുകളായിട്ടാണ് നമ്മുടെ കോഴ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. കൃത്യമായ ടൈം ടേബിളുകൾ അനുസരിച്ച് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്നതാണ്. അത് കൃത്യമായി പഠിക്കുകയും എഴുതിയെടുക്കുകയും ചെയ്യുക. അതിന് പുറമെ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള വേർബ്സ് അതുപോലെ നൗൺസ് ഇതെല്ലാം കൃത്യമായി നിങ്ങൾക്ക് വേറെ ഒരു ക്ലാസ്സും കൂടെ നൽകുന്നതാണ്. അത് കൃത്യമായിട്ട് ഓരോ ദിവസവും പഠിക്കുകയും അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുകയും വേണം. അപ്പോഴാണ് കൃത്യമായിട്ടുള്ള വൊക്കാബുലറി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനും അതനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാനും വായിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കുകയുള്ളൂ. ആദ്യമായി നമുക്ക് എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്, ഇംഗ്ലീഷ് പഠിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് കരിയർ ആൻഡ് പ്രൊഫഷണൽ അഡ്വാൻസ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ തൊഴിലും നമ്മുടെ ജോലി മേഖലയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വലിയ പുരോഗതി കൈവരിക്കാൻ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് സാധിക്കും. അതെന്തെല്ലാമാണെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത് ദ ഗ്ലോബൽ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ആഗോള ഭാഷ ഇംഗ്ലീഷാണ്. നിങ്ങളൊരു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് ഇൻ്റർനാഷണൽ ട്രേഡ്, അതായത് ആഗോളതലത്തിലുള്ള വ്യാപാരം, സാമ്പത്തിക മേഖല, കോർപ്പറേഷൻ ഇതിലൊക്കെ കൃത്യമായിട്ട് ഇടപെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഗ്ലോബലായിട്ടുള്ള ആഗോളതലത്തിലുള്ള ബിസിനസ് പാർട്ട്ണർമാരും ബിസിനസ് ക്ലയൻസുമായിട്ടൊക്കെ ഡീലിംഗ് നടത്താൻ ഇടപാടുകൾ നടത്താൻ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ അത്യാവശ്യമാണ്. രണ്ടാമത്തേത് ബൂസ്റ്റ് യുവർ കരിയർ പ്രോസ്പെക്ട്സ്. നമ്മുടെ കരിയർ പ്രോസ്പെക്ട്സ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് ആവശ്യമാണ്. നമ്മൾ ജോബ് മാർക്കറ്റിലും അതുപോലെ നല്ല ജോലി അവസരങ്ങളും വലിയ സാലറിയൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവരെ ഒരു മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു സമ്പ്രദായം പൊതുവെ തൊഴിൽ മേഖലകളിലുണ്ട്. അതിന് നമുക്ക് ഇംഗ്ലീഷ് ആവശ്യമാണ്. മൂന്നാമത്തേതായി ആക്സസ് ടു വേൾഡ് ലീഡിംഗ് കമ്പനീസ്. ലോകത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ കമ്പനികളുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ അവിടുത്തെ ഭാഷ, അതായത് ഒഫീഷ്യൽ കോർപ്പറേറ്റ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. അത് കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ നല്ലൊരു പ്രൊഫിഷ്യൻസി, നല്ല ഒരു കഴിവുണ്ടാക്കിയെടുക്കുകയും വേണം. എന്നാൽ മാത്രമാണ് ആഗോളതലത്തിൽ വലിയ വലിയ കമ്പനികൾക്ക് നമുക്ക് ആക്സസ് കിട്ടുകയുള്ളൂ. അവിടേക്ക് കയറി ചെല്ലാനും അവരുമായി ഇടപെടൽ നടത്താനൊക്കെ നമുക്ക് കഴിയുള്ളൂ. നാലാമത്തേത് എക്സൽ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ, ശാസ്ത്രവും സാങ്കേതിക വിദ്യയിലൊക്കെ നല്ല ഒരു മികവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ
ഇംഗ്ലീഷ് ഭാഷ ആവശ്യമാണ്. കാരണം സയൻറ്റിഫിക് പേപ്പറുകൾ, അതുപോലെ റിസർച്ച് ഗവേഷണങ്ങൾ, അതുപോലെ ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻസ് ഇതൊക്കെ ഇംഗ്ലീഷിലാണ് പബ്ലിഷ് ചെയ്യുന്നത്, അതിലാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതൊരു ഇന്നവേഷൻ, അതായത് ഒരു പുതുമ, ഒരു നവോത്ഥാനത്തിൻ്റെ ഭാഷയായിട്ടാണ് ഇംഗ്ലീഷ് ഭാഷയെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ വളരെ മേജറായിട്ടുള്ളൊരു ഘടകമാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ. അഞ്ചാമത്തേത് ദ ലാംഗ്വേജ് ഓഫ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ ഭാഷ ഇംഗ്ലീഷാണ്. ഇന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാത്തവരായി ആരുമില്ല. ഒരു ഒഴിവ് സമയം കിട്ടിയാൽ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഷെയർ ചാറ്റിലും സ്നാപ്പ് ചാറ്റിലൊക്കെയാണ്. നമുക്ക് വ്യത്യസ്തമായ രാജ്യങ്ങളിലുള്ള ആളുകളെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിലും വ്യത്യസ്തമായ ആർട്ടിക്കിൾസ് വായിക്കണമെങ്കിലും എല്ലാം നമുക്ക് ഇംഗ്ലീഷ് ഭാഷ ആവശ്യമാണ്. നമ്മുടെ മലയാളത്തിൽ ഏറിപ്പോയാൽ കുറഞ്ഞ സൈറ്റുകളെ ഉണ്ടാവുള്ളൂ. എന്ത് സൈറ്റുകൾ? നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റിയ വെബ്സൈറ്റുകൾ. മറ്റു ലാംഗ്വേജുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലോ എല്ലാവരും ഇംഗ്ലീഷിൽ അവരുടെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കും. അതിനൊരു ഇംഗ്ലീഷ് വെർഷനും അവരുടെ ഒരു ലോക്കൽ ലാംഗ്വേജ് വെർഷനും ഉണ്ടാവും, ഒരു നല്ല കമ്പനിയാണെങ്കിൽ. അപ്പോൾ അവരുടെ ആർട്ടിക്കിൾസ്, ന്യൂസ്, ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെ നമുക്ക് വായിക്കണമെങ്കിലും മനസ്സിലാക്കണമെങ്കിലും ഇംഗ്ലീഷ് ഭാഷ ആവശ്യമാണ്. വെബ്സൈറ്റുകൾ, ഫോറങ്ങൾ, ഏതുവരെ സോഫ്റ്റ്വെയർ കോഡുകൾ വരെ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു കോഡിങ് ചെയ്യുന്ന ആളാണ്, ഒരു പൈത്തണോ അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും കോഡിങ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നിലനിൽക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. മറ്റൊന്ന് എൻഹാൻസ്ഡ് നെറ്റ്വർക്കിംഗ് ആണ്. നെറ്റ്വർക്കിങ്ങിനെ വർദ്ധിപ്പിക്കാൻ ഇംഗ്ലീഷ് ഭാഷ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ കോൺഫറൻസുകൾ, ഇൻ്റർനാഷണൽ മീറ്റിങ്ങുകൾ, പ്രൊഫഷണൽ ഒരുമിച്ച് കൂടലുകൾ, ഇതിലൊക്കെ ആവശ്യമായി വരുന്ന ഭാഷ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഭാഷയിലാണ് ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ, ഇൻ്റർനാഷണൽ മീറ്റിങ്ങുകളൊക്കെ നടക്കുക. അത് നമുക്ക് കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകാനും സമ്പർക്കം പുലർത്താനും നമ്മെ സഹായിക്കും. അതുകൊണ്ട് തന്നെ കരിയർ ആൻഡ് പ്രൊഫഷണൽ അഡ്വാൻസ്മെൻറ്റിന് ഇംഗ്ലീഷ് ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ്. വിദ്യാഭ്യാസവും അറിവും അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വളരെയധികം ഇംഗ്ലീഷ് പ്രധാനപ്പെട്ടതാണ്. അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആക്സസ് ടു വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ. ലോകത്തിലെ ഒന്നാം തരം വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമാണ്. ഇത് പറയാൻ കാരണം ലോകത്തറിയപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ് ഓക്സ്ഫോർഡ്, ഹാർവേഡ്, MIT. ഇതൊക്കെ ചെറിയ ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഇവിടെയൊക്കെ അവിടുത്തെ സ്പീക്കിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയായിരിക്കും. മാത്രമല്ല അവിടുത്തെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന മീഡിയം അതും ഇംഗ്ലീഷ് ഭാഷയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാതെ ആ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവിടുത്തെ ഏത് വിഷയമാവട്ടെ, ഏത് ടോപ്പിക്കായാലും ഏത് സബ്ജക്റ്റ് ആയാലും നമുക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് അറിയണം. ഇല്ലെങ്കിൽ നമുക്ക് വേൾഡ് ക്ലാസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സാധ്യമാകില്ല. മറ്റൊന്ന് അൺലോക്ക് എ വാസ്റ്റ് റിപ്പോസിറ്ററി ഓഫ് ഇൻഫർമേഷൻ. വിശാലമായ വിവരങ്ങളുടെ ഭണ്ഡാരം നമുക്ക് അൺലോക്ക് ചെയ്യാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നമ്പർ 1 പുസ്തകങ്ങൾ, അക്കാദമിക് ജേണലുകൾ, ന്യൂസ് റിപ്പോർട്ടുകൾ ഇതെല്ലാം ഇംഗ്ലീഷിലാണ് എഴുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാസ്റ്റ് അല്ലെങ്കിൽ ഒരു വൈഡർ റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ഈ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ സ്വായത്തമാക്കാൻ കഴിയും. വലിയ തരത്തിലുള്ള അറിവ് നമുക്ക് സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമാണ്. നമ്മളെ ഇട്ടാവട്ടത്തിലുള്ള ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ എന്ന് നമ്മൾ വിചാരിക്കരുത്. അത് നമ്മുടെ മലയാളം അല്ലെങ്കിൽ തമിഴ്, തെലുങ്ക് പോലെയുള്ള ഭാഷയല്ല. അത് ലോകത്താകമാനം സംസാരിക്കുന്ന ഭാഷയാണ്. അപ്പോൾ അത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വിശാലമായ മേഖല നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിലൂടെ നമുക്ക് വിദ്യാഭ്യാസം സമ്പാദിക്കാൻ കഴിയും. അടുത്തതാണ് സ്റ്റേ ഇൻഫോംഡ് വിത്ത് ഗ്ലോബൽ മീഡിയ. ആഗോള മീഡിയയുമായിട്ട് നമുക്ക് എപ്പോഴും ഇൻഫോംഡ് ആയിട്ട് നിൽക്കാം. വലിയ വലിയ ന്യൂസ് നെറ്റ്വർക്കുകളാണ് BBC, CNN പോലെയുള്ള മാധ്യമങ്ങൾ. ഇതൊക്കെ അവരുടെ പബ്ലിക്കേഷൻസ്, ഉദാഹരണത്തിന് ദ എക്കണോമിസ്റ്റ്, ദ ടൈം, ഇങ്ങനത്തെ വലിയ വലിയ മാഗസിൻസും
പബ്ലിക്കേഷൻസൊക്കെ അവരുടെ ജേണലുകൾ പ്രസിദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ന്യൂസ് അവർ ഡെലിവർ ചെയ്യുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അതുകൊണ്ട് നമ്മളൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാതെ ഒരിക്കലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചാൽ മാത്രമാണ് ഇത്തരം ന്യൂസ് ചാനലുകളോ അല്ലെങ്കിൽ പബ്ലിക്കേഷൻസോ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ പെർസ്യൂ സ്പെഷ്യലൈസ്ഡ് റിസർച്ച്. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങളൊരു റിസർച്ച് നടത്താൻ ഉദ്ദേശിക്കുകയാണ്, നിങ്ങളൊരു ഗവേഷണം നടത്താൻ, ഒരു ഗവേഷണ വിദ്യാർത്ഥിയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് റിസർച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമാണ്. നിങ്ങളൊരു സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിയനോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റോ ഒക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട ഫൈൻഡിങ്സ്, തിയറീസ്, ആ ഫീൽഡുമായി ബന്ധപ്പെട്ട തിയറീസും ഫൈൻഡിങ്സും ഒക്കെ നമുക്ക് എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് ഭാഷ അത്യാവശ്യമാണ്. വിദ്യാഭ്യാസപരമായിട്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്തതായി ട്രാവൽ ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ചാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അതുപോലെ സാംസ്കാരികമായ കൈമാറ്റങ്ങൾ നടത്തുമ്പോഴും ഇംഗ്ലീഷ് ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ദ ഇൻ്റർനാഷണൽ ട്രാവൽ ലാംഗ്വേജ്. വ്യത്യസ്തമായ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നല്ലപോലെ മനസ്സിലാവും. അതായത് ഇപ്പോൾ ട്രാവൽ പാക്കേജുകളൊക്കെ എടുത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, മാൽദീവ്സ് ഇങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഭാഷ ഏതാണോ അതിനേക്കാൾ മുൻഗണന ഇംഗ്ലീഷ് ഭാഷക്കായിരിക്കും. കാരണം അവിടെ വരുന്ന ആളുകൾക്ക് മുഴുവനും അറിയുന്ന ഏക ഭാഷ അത് ഇംഗ്ലീഷ് ഭാഷയായിരിക്കും. അപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെയും ഏവിയേഷൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ സൈനുകൾ വായിക്കാനും പുസ്തകങ്ങളും ഹോട്ടലുകളും ഇതൊക്കെ മനസ്സിലാക്കാനും, പുസ്തകങ്ങൾ വായിക്കാനും ഹോട്ടലുകൾ മനസ്സിലാക്കാനും ഡയറക്ഷൻസ് ചോദിക്കാനൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഭാഷ അത് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല കണക്ട് വിത്ത് മോർ പീപ്പിൾ, കൂടുതൽ ആളുകളുമായി കണക്ഷൻ ഉണ്ടാക്കാൻ ഇംഗ്ലീഷ് നിങ്ങളെ സഹായിക്കും. ജസ്റ്റ് അവിടുത്തെ നാട്ടിലുള്ള സ്പീക്കേഴ്സ് മാത്രമല്ല, പല രാജ്യങ്ങളിലുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വരും. നമ്മൾ അവരായിട്ട് സമ്പർക്കം പുലർത്തേണ്ടി വരും, ഷോപ്പുകളിൽ കയറേണ്ടി വരും. വ്യത്യസ്തമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ നമ്മൾ കയറുമ്പോൾ അവരുമായിട്ട് പലതും കൾച്ചറൽ എക്സ്ചേഞ്ചൊക്കെ നടത്തും, സാംസ്കാരികമായിട്ടുള്ള കൈമാറ്റങ്ങളൊക്കെ നടക്കും. അപ്പോൾ നമ്മുടെ ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്, അതായത് ഭാഷാപരമായിട്ടുള്ള ഒരു പ്രതിബന്ധം മറികടക്കാൻ ഇംഗ്ലീഷ് ഭാഷ നമ്മളെ സഹായിക്കും. നമ്മുടെ ഭാഷ അവിടെ പോയിട്ട് സംസാരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ എൻജോയ് ആർട്ട് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം. അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ മൂവീസ്, TV ഷോസ്, മ്യൂസിക്, ലിറ്ററേച്ചർ ഇതൊക്കെ ട്രാൻസ്ലേഷനോ സബ് ടൈറ്റിലോ ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് ഭാഷ സഹായിക്കും. അവിടുത്തെ ഭാഷയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ജർമ്മനിയിലാണ് പോകുന്നത്, അവിടുത്തെ ജർമ്മൻ നമുക്കറിയില്ല, പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് അറിയാം. ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ പ്രമുഖ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ അവിടുത്തെ ഭാഷ മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷയിലും എവിടെ പോയാലും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ സഹായിക്കും. അതുപോലെ ഡീപ്പർ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്, അഗാധമായ സാംസ്കാരിക ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു കൾച്ചറിനെ കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ അത് സംസാരിക്കുന്ന, ആ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ കൾച്ചറിൽ ജീവിക്കുന്ന ആളുകളെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കാനും നമുക്ക് ഒരു വലിയ ആഗോള ബോധം, ഒരു ഗ്ലോബൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കാനും ഫോസ്റ്റർ ചെയ്യാനൊക്കെ ഇംഗ്ലീഷ് ഭാഷ സഹായിക്കും. ഇങ്ങനെ ഒട്ടനേകം ഗുണങ്ങളുള്ള ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്ന ഭാഷ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷ മറ്റ് ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായൊരു ഭാഷയാണ്. ആയതിനാൽ നമ്മൾ ഇംഗ്ലീഷ് നിർബന്ധമായിട്ടും പഠിക്കണം. ഇംഗ്ലീഷ് അറിയുക എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയൊന്നുമല്ല, വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരമാവധി പഠിക്കാൻ പറ്റുന്ന വളരെ ഈസിനെസ് ആയ രൂപത്തിലാണ് നമ്മുടെ ഈ കോഴ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്, സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ ഈ കോഴ്സ് പരിപൂർണമായും പൂർത്തിയാക്കുക, ഇതിൻ്റെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക, സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുക. സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു എന്ന് തെളിയിക്കുന്ന രേഖ മാത്രമാണ്. അല്ലാതെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അതാദ്യമേ പറയാം, ജോലിയല്ല ലക്ഷ്യം, നമ്മുടെ ഇംഗ്ലീഷിലുള്ള അഗാധമായ ജ്ഞാനമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ ഒരു ബുദ്ധിയിൽ, ആ ഒരു ബോധത്തിൽ നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ തയ്യാറാവണം.
നമ്മുടെ കോഴ്സിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ 3 ഘട്ടങ്ങളാണ്. ബേസിക്, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ്. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. അത് 100 ദിവസം കൊണ്ട് തീർക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 3 എക്സാമുകൾ ഉണ്ടാവും. ബേസിക് സെഷൻ കഴിഞ്ഞാൽ ഒരു എക്സാം, ഇൻ്റർമീഡിയറ്റ് സെഷൻ കഴിഞ്ഞാൽ ഒരു എക്സാം, അഡ്വാൻസ്ഡ് സെഷൻ കഴിഞ്ഞാൽ ഒരു എക്സാം, കൂടാതെ ഒരു ഫൈനൽ എക്സാമും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫൈനൽ എക്സാമും. അതോടുകൂടെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നു, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നു. ഇതാണ് കോഴ്സിൻ്റെ സ്ട്രക്ചർ വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിർബന്ധമായും വേണ്ടത് പഠിക്കാനുള്ള ഒരു മനസ്സും സന്നദ്ധതയും പഠിക്കുക എന്ന ടാസ്ക്കുമാണ്. അത് നിങ്ങൾ ഉറപ്പുവരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് പഠിക്കാം. അതിനുശേഷം ഇംഗ്ലീഷ് പഠനം നിർത്തരുത്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് വീണ്ടും തുടർന്ന് പഠിക്കണം എന്നുള്ള എല്ലാവിധ കാര്യങ്ങളും സഹായങ്ങളും ഞാൻ ഈ കോഴ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതിൻ്റെ പുറമെ നിങ്ങൾക്ക് പഠിക്കാനുള്ള വെർബുകൾ, അതായത് ക്രിയകൾ, അതേപോലെ നൗൺസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വേറെയും അഡീഷണൽ ആയിട്ട് ഈ കോഴ്സിൻ്റെ കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ പഠിക്കണം. അതെല്ലാം എക്സാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നത്. നിങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കുക. നിങ്ങൾ റെഡിയാണോ അല്ലേ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത് നമുക്ക് നല്ല നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ നമ്മെ പ്രചോദനം നൽകുന്നതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ മറക്കരുത്. താങ്ക് യു.